എല്ലാവർക്കും ജൊബീന ജുവൽ വണ്ടേഴ്സ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു സന്തോഷ വാർത്തയും കൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. നമ്മൾ 1000 സബ്സ്ക്രൈബേഴ്സ് കടന്നിരിക്കുന്നു. നിങ്ങളുടെ ഒന്നും സപ്പോർട്ട് ഇല്ലാതെ ഇതൊരിക്കലും എനിക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത ഒരു കാര്യമായിരുന്നു കേട്ടോ. അപ്പൊ നിങ്ങളുടെ അടുത്ത് ഓരോരുത്തരടുത്തും എനിക്ക് നന്ദിയുണ്ട്. എന്നെ വിമർശിച്ചവരോടും എന്നോട് സ്നേഹം കാണിച്ചവരോടും എല്ലാം എനിക്ക് നന്ദി. വിമർശകരൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഓരോന്ന് ഇമ്പ്രൂവ് ചെയ്ത് വരുന്നത്. അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്ത് എന്റെ ചിന്തകൾക്കൊപ്പം നിന്ന ആൾക്കാരോടും എനിക്ക് ഒത്തിരി നന്ദിയുണ്ട്. 3 ഘട്ടമായാണ് എന്റെ യൂട്യൂബ് ചാനൽ ഞാൻ റൺ ചെയ്തത്. അതായത് ഓഗസ്റ്റ് 14, 2023 എന്റെ ഫസ്റ്റ് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഇടയ്ക്ക് കുറച്ച് മാസം ഇട്ടിട്ട് പോയി. അത് കഴിഞ്ഞ് വീണ്ടും തുടങ്ങി, വീണ്ടും ഞാൻ ഇട്ടിട്ട് പോയി. ഇപ്പോൾ ഈ ഒരു 2 ആഴ്ചയ്ക്കുള്ളിലിട്ട വീഡിയോസിനാണ് എനിക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയിരിക്കുന്നത്. ഞാൻ ഇട്ടിട്ട് പോകുമ്പോൾ എനിക്കൊരു 300 and something ആയിരുന്നു ഉണ്ടായിരുന്നത്. ബാക്കി മൊത്തം എനിക്ക് ഈ വീഡിയോസ് നിന്നാണ് കിട്ടിയിരിക്കുന്നത്. ലേറ്റസ്റ്റ് ആയിട്ടിട്ട വീഡിയോസ് നിന്ന് വാച്ച് അവറും എനിക്ക് അങ്ങനെ എൻ്റെ ഇപ്പോഴത്തെ വീഡിയോസ് നിന്നാണ് വാച്ച് അവറും എനിക്ക് ആയിരിക്കുന്നത്. അപ്പൊ നിങ്ങളോടെല്ലാം എനിക്ക് വേണ്ടി 1 മിനിറ്റ് അല്ലെങ്കിൽ 1 സെക്കൻഡ് എങ്കിലും ചെലവഴിച്ച എല്ലാവരോടും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുവാണ് കേട്ടോ. ഇനി ഞാൻ അടുത്തതിലോട്ട് കടക്കാം. നിങ്ങൾക്ക് കാണാം എൻ്റെ ഡബിൾ സീൻ ഇറങ്ങിയിരിക്കുന്നു. മുമ്പത്തത്ര ഇതില്ല, ടൈറ്റ്നെസ് ഒന്നും ഫേസിനില്ല. അതിനുള്ള കാരണം കഴിഞ്ഞ ഒരാഴ്ച ഞാൻ ജിമ്മിൽ പോയിട്ടില്ല. മൺഡേ തൊട്ട്, അതായത് സാറ്റർഡേയാണ് ലാസ്റ്റ് പോയ, പിന്നെ മൺഡേ തൊട്ട് ഞാൻ പോയിട്ടേ ഇല്ല. കൊച്ചിന് പനിയായി, പിന്നെ എനിക്ക് വയ്യാതായി. അങ്ങനെ അതിന്റെ പിറകെ പോയപ്പോ ഈ ഡബിൾസിന്റെ എക്സസൈസിന്റെ കാര്യം ഞാൻ അപ്പാടെ മറന്നു. പിന്നെ ഞാൻ ഇന്നലെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്കും അയ്യോ ഡബിൾസിൻ നന്നായിട്ട് അറിയാലോ എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത്. പിന്നെ ഇന്നലെ തൊട്ട് ചെറുതായിട്ട് ചെയ്തു തുടങ്ങി. എന്നാലും കഴുത്തൊക്കെ മുകളിലോട്ട് ഇങ്ങനെ പൊക്കുമ്പോൾ ശ്വാസം മുട്ടലും ചെറുതായിട്ടുണ്ടല്ലോ. അപ്പൊ ഇവിടെ എനിക്ക് ചുമ ഇങ്ങനെ വരുന്നുണ്ട്. എന്നാലും ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് വെച്ച് നിങ്ങൾ ഈ ഡബിൾസിന്റെ എക്സസൈസ് നിർത്തിപ്പോയാൽ ഇതാണ് നിങ്ങൾക്ക് പറ്റുന്നത്. ഡബിൾസിൻ ഇങ്ങ് ഇറങ്ങും കേട്ടോ. ഡിയർ ഫ്രണ്ട്സ്, ഇത് എനിക്ക് ചേരാത്ത ഒരു ഡ്രസ്സായിരുന്നു. അപ്പൊ അത് ഞാൻ ഇട്ടിരിക്കുവാണ്. ഞാൻ ഇന്ന് എൻ്റെ ഒരു ഇഷ്ടപ്പെട്ട ഇൻചാർജിനെ കുറിച്ചാണ് അല്ലേ ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യാൻ വന്നത്. ഞാൻ ഇന്ന് ഇത്ര ദിവസം കൊണ്ട്, അതായത് ഒരു 2 ആഴ്ച കൊണ്ട് ഇത്രയും സബ്സ്ക്രൈബേഴ്സും എനിക്ക് വാച്ച് അവറും കിട്ടിയെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അതായത് ഇഷ്ടപ്പെട്ട ജോലി ഞാൻ ചെയ്യുന്നതുകൊണ്ടാണ്. നമ്മൾ ഇഷ്ടപ്പെട്ട ജോലി ചെയ്ത് ജീവിക്കണം, അല്ലാതെ നമ്മളെ ആരെങ്കിലും പഠിപ്പിക്കുന്നതോ ചെയ്ത് ജീവിക്കരുതെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. കാരണം നമുക്ക് അത് ഒരിക്കലും എൻജോയ് ചെയ്ത് ആ ജോലി ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ എൻ്റെ നഴ്സിംഗ് പ്രൊഫഷൻ ഞാൻ ഇഷ്ടപ്പെട്ട് പഠിച്ച ഒരു പ്രൊഫഷൻ അല്ല. എനിക്ക് നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ പ്രൊഫഷനോട് ഇഷ്ടം തോന്നിയെങ്കിലും ആ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ ഒരു എൻവയോൺമെന്റ് എനിക്ക് ഒട്ടും തന്നെ അക്സെപ്റ്റബിൾ അല്ലായിരുന്നു. അപ്പോൾ ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച ഒരു പ്രൊഫഷൻ, കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടാതെ പഠിച്ച ഒരു പ്രൊഫഷനാണ് നഴ്സിംഗ് എന്ന് പറയുന്നത്. അതിനുള്ള കാരണവും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇൻചാർജിനെ പറ്റി നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഇൻചാർജിന്. അദ്ദേഹത്തിന്റെ പേര് സ്റ്റാലിൻ കിഷോർ എന്നാണ്. അദ്ദേഹത്തിന്റെ ഫോട്ടോ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഞാൻ വർക്ക് ചെയ്തത് നാരായണ മെഡിക്കൽ കോളേജ് നെല്ലൂരിൽ. ഞാൻ 2 വർഷം ICU വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ ഇൻചാർജ് ആയിരുന്നു സ്റ്റാലിൻ ചേട്ടൻ. അപ്പോൾ സ്റ്റാലിൻ ചേട്ടൻ എന്ന് പറയുന്നത് നല്ല ഒരു ICU എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്നറിയാം. എല്ലാവരെയും ഒരേ കണ്ണിൽ കാണും. സ്റ്റാലിൻ ചേട്ടൻ അങ്ങനെ ഒത്തിരി ഇഷ്ടപ്പെട്ട ആളുമില്ല, ഒത്തിരി ഇഷ്ടപ്പെടാത്ത ആളും അല്ല, അങ്ങനെയൊന്നുമില്ല. നമ്മളെയൊക്കെ വളരെ സ്നേഹിച്ച് അദ്ദേഹത്തിന്റെ ഒരു സഹോദരിയായിട്ടും അല്ലെങ്കിൽ എന്താ പറയുക, വളരെ കെയർ ചെയ്താണ് സ്റ്റാലിൻ ചേട്ടൻ നോക്കിയിട്ടുള്ളത്. അവിടുത്തെ ഓരോ മെമ്പേഴ്സിനെ ആരോടും ഒരു ദേഷ്യമോ വാശിയോ ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. വഴക്ക് പറയുമ്പോൾ എല്ലാവരെയും വഴക്ക് പറയും, സ്നേഹിക്കുമ്പോൾ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കും. അങ്ങനെയാണ് കേട്ടോ. ആരെയും അങ്ങനെ വഴക്ക് പറയാതെ മാറ്റി നിർത്തി അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ എന്തുകൊണ്ടാണ് നഴ്സിംഗ് പ്രൊഫഷൻ എനിക്ക് ഇഷ്ടമല്ലാത്തതും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു പ്രൊഫഷൻ ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്? കാരണം ഇപ്പൊ നമ്മൾ പറയും ചായ അടിച്ചാൽ വരെ, ആ ചായ അടിക്കുന്നത് ഇഷ്ടമാണെങ്കിൽ ആ ചായ അടിക്കുന്ന ജോബിൽ നിന്ന് നമുക്ക് ലക്ഷങ്ങൾ സമ്പാദിക്കാൻ പറ്റും. കാരണം നമ്മൾ അത് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു സാധനം. ഒരു തട്ടുകടയാണോ നിങ്ങൾക്ക് ഇടാൻ ഇഷ്ടം, അത് അങ്ങ് ചെയ്തോളണം. അതിന്ന് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അതായത് നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു ജോലിയിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ഒന്ന് വേറെയാണ്. അതൊന്നും നമ്മൾ ഈ പഠിച്ച് കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടാതെ പഠിച്ച പ്രൊഫഷനിൽ നിന്നും നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഞാനൊരു നഴ്സായിട്ട് എനിക്ക് കുറേ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അതൊക്കെ വരാനുള്ള കാരണവും എനിക്ക് ഈ പ്രൊഫഷനോട് അക്സെപ്റ്റ് ചെയ്ത് പോകാൻ പറ്റാത്തത് കൊണ്ടാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ നഴ്സിംഗ് പ്രൊഫഷൻ ഇഷ്ടപ്പെടാത്തത്? ഈ പ്രൊഫഷൻ എനിക്ക് ഇഷ്ടമാണ്, ഞാൻ പറഞ്ഞു. ആ ഒരു എൻവയോൺമെന്റ് എന്തുകൊണ്ടാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാനൊരു ICUവിൽ വർക്ക് ചെയ്യുന്ന ഒരു നഴ്സാണ്. അപ്പോൾ ഞാൻ ഈ സ്റ്റാലിൻ ചേട്ടന്റെ അവിടെ നിന്ന് നേരെ ഞാൻ പിന്നെ വന്നത് ഡൽഹിക്കാണ്. ഡൽഹിക്ക് വന്ന് ഞാൻ കുറച്ച് നാളെ നഴ്സായിട്ട് ജോലി ചെയ്തിട്ടുള്ളൂ. അന്നേരം എനിക്ക് മനസ്സിലായ കുറെ കാര്യങ്ങളുണ്ട്. അതായത്
അപ്പൊ ഞാൻ വന്ന് കയറുമ്പോൾ ഞാനൊരു ജൂനിയർ നഴ്സാണ്. ഇപ്പൊ എത്ര സീനിയോറിറ്റി എനിക്കുണ്ടെങ്കിലും ഞാൻ ജൂനിയർ നഴ്സായിട്ടാണ് പുതിയൊരു ഹോസ്പിറ്റലിൽ കയറുന്നത്. അപ്പോൾ നമ്മൾ ഈ ജൂനിയർ നഴ്സുമാർ കയറുക, അല്ലെങ്കിൽ അധികം സീനിയോറിറ്റി ഇല്ലാത്ത നഴ്സുമാരെ എല്ലാം അവസ്ഥ വളരെ പരിതാപകരമാണ്. അല്ലെങ്കിൽ പോട്ടെ, എല്ലാവരെയും പരിതാപകരമാണ്. അപ്പോൾ ഇതിലിപ്പോ ഇൻചാർജ് സഫർ ചെയ്യും, ഒരു ICUലെ ഇൻചാർജ് സഫർ ചെയ്യും, ടീം ലീഡേഴ്സ് സഫർ ചെയ്യും, അതിന്റെ താഴെയുള്ള സീനിയേഴ്സ് സഫർ ചെയ്യും, എല്ലാവരും സഫർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ജൂനിയേഴ്സിന്റെ കാര്യമാണ് വളരെ കഷ്ടം. അതായത് ഈ ഇൻചാർജിന്റെ വായിലിരിക്കുന്ന നമ്മൾ കേൾക്കണം, ടീം ലീഡേഴ്സിന്റെ വായിലിരിക്കുന്ന കേൾക്കണം, അതിന്റെ താഴെയുള്ള എത്ര സീനിയർ സ്റ്റാഫുകളുണ്ടോ ഇവരെ എല്ലാം വായിലിരിക്കുന്നത് നമ്മൾ കേൾക്കേണ്ടി വരും. കുറച്ച് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുമെങ്കിലും എസ്പെഷ്യലി മലയാളികൾ, ഹിന്ദിക്കാരൊന്നും ഒരു പ്രശ്നമില്ല. മലയാളികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചൊറിച്ചിലാണ്, അത് പറയാതിരിക്കാനായിട്ട് പറ്റൂല. അപ്പോൾ ഇവരെ നിന്നെല്ലാം എന്നും തെറി കേൾക്കണം. അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ പേഷ്യന്റിനെ നോക്കണം. ICU ആണ്, അപ്പൊ നമുക്ക് സുഖിച്ച് നിൽക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ വലിയ പണിയൊന്നും ഇല്ലാത്ത പേഷ്യന്റ് അല്ല, നല്ല പണിയുള്ള പേഷ്യൻസിനെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അവരിൽ ചാർട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഡയാലിസിസ് ചലിക്കുന്നുണ്ടെങ്കിൽ അത് നോക്കണം. ഓരോ ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 15 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അവരുടെ ഇങ്ങനെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഇങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. വെന്റിലേറ്റർ പേഷ്യന്റ് ആണെങ്കിൽ നമ്മൾ ട്രക്കിയോസ്റ്റമി മീൻസ് നമ്മൾ സക്ഷൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യണം. ഈ മ്യൂക്കസ് വന്ന് അടയാതിരിക്കാൻ സക്ഷൻ ചെയ്യേണ്ടി വരും. ട്രക്കിയോസ്റ്റമി പേഷ്യന്റ് ആണെങ്കിൽ നമ്മൾ സക്ഷൻ അവേർലി ചിലപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യണം. സെക്കൻഡ് അവേർലി നമ്മൾ ബാക്ക് കെയർ പേഷ്യന്റിന് കൊടുക്കണം. പിന്നെ യൂറിൻ നിറഞ്ഞെങ്കിൽ അത് പോയി GDAയുടെ അടുത്ത് പറയണം. ചില അറിഞ്ഞു ചെയ്യുന്ന GDAമാരൊക്കെ കുറവാണ് യൂറിൻ ബാഗ് എംപ്റ്റി ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രെയിനേജ് പോകുന്ന ഒരു ട്യൂബിങ്സ് ഉണ്ടെങ്കിൽ അതിന്റെ കാര്യം നോക്കണം. ഇതിന്റെ ഇടയിൽ ഒരു 100 ഡോക്ടേഴ്സ് വരും. അതായത് ഈ പേഷ്യന്റിനെ ഇങ്ങനെ റെഫറൽ ചെയ്തുകൊണ്ടേ ഇരിക്കും. മനസ്സിലായോ? അപ്പൊ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലും കൂടെ ഇല്ലേ, സകല ഡോക്ടേഴ്സും വരും. ഇവരെല്ലാം വന്നിട്ട് ഓരോ ഡോക്ടറും വന്നിട്ട് ആ ഡോക്ടർ എന്ത് പറഞ്ഞു, ഈ ഡോക്ടർ എന്ത് പറഞ്ഞു എന്ന് നമ്മളുടെ അടുത്താണ് ചോദിക്കുന്നത്. അപ്പൊ ഈ ഒരു 50 ഡോക്ടർ ഉണ്ടെങ്കിൽ 50 ഡോക്ടേഴ്സിന്റെയും ഹാൻഡ് റൈറ്റിംഗ് നമ്മൾ പഠിക്കണം. എന്നിട്ട് അത് നമ്മൾ വായിച്ച് നമ്മളൊക്കെ മനസ്സിലാവണം എന്താണ് അവർ എഴുതിയേക്കുന്നത്. എന്നിട്ട് അവർ വല്ല ലാബ് ടെസ്റ്റിലും പറഞ്ഞിട്ടുണ്ടോ, അതിന്റെ ഇടയിൽ ബ്ലഡ് ടെസ്റ്റ് അത് ഇതൊന്നും പറഞ്ഞു കൊടുക്കണം, എക്സ്റേക്ക് കൊടുക്കണം. അതിന്റെ ഇടയിൽ നമ്മൾ ഇൻചാർജോ TLO വന്നിട്ട് എന്താ പേഷ്യന്റിന്റെ കണ്ടീഷൻ ഇപ്പൊ എത്രയുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ പറയണം. എങ്ങനെ ആ ഡോക്ടർ എന്താ പറഞ്ഞതെന്ന് നോക്കിയാൽ നമ്മൾ പറയണം ഇന്നതാണ് പറഞ്ഞത്. കാരണം ഇത് വായിച്ചു നോക്കിയാലേ അറിയാം. ഇവരൊക്കെ ഭയങ്കര തിരക്കാണ്, വന്ന് കൊണോണോ എഴുതിയിട്ട് ഇവരങ്ങ് പോകും. വളരെ അപൂർവം ഡോക്ടേഴ്സെ നമ്മളെ അടുത്ത് ഇന്നത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവർ പോകത്തുള്ളൂ. അതിന്റെ ഇടയിൽ ഒരു 100 സിറിഞ്ച് പമ്പ് കാണും. 100 അല്ല കേട്ടോ, ഞാനൊന്ന് മൂപ്പിച്ച് പറയുന്നതാണ്. ഒരു 5-6 സിറിഞ്ച് പമ്പെങ്കിലും കാണും. സിറിഞ്ച് പമ്പ് എന്ന് നിങ്ങൾക്ക് അറിയാലോ, ഈ ഇഞ്ചക്ഷൻ നമ്മൾ പമ്പിൽ കൊടുത്തിട്ട് സ്മോൾ ഡ്രോപ്സ് ആയിട്ട് കൊടുക്കും. അപ്പൊ അത് കാണും. അത് ഇടയ്ക്കിടയ്ക്ക് നിറച്ചു കൊടുക്കണം. ട്രിപ്പ് ഉണ്ടെങ്കിൽ അത്. ഇതിന്റെ ഇടയിൽ ഒരു 100 മെഡിക്കേഷൻ കാണും, ഇതെല്ലാം കൊടുക്കണം. അതിന്റെ ഇടയിൽ ഒരു JCI അക്രഡിറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലിനും കൂടെ കയറിയ പിന്നെ കണക്കായി. ഇത്രയും കെട്ടുള്ള ഒരു ഫയലായിരിക്കും. ഇത് മൊത്തം നമ്മൾ പൂരിപ്പിക്കണം. അതായത് ഫീഡ്ബാക്ക് സ്റ്റിക്കർ, ആ സ്റ്റിക്കർ, ഈ സ്റ്റിക്കർ, പിന്നെ റെസ്ട്രെയിനുള്ള കൺസെന്റ് എടുക്കണം. അങ്ങനെ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ നമുക്ക് അൾസേഴ്സിന്റെ വല്ലതും ഉണ്ടെങ്കിൽ അതിന് പ്രത്യേക ഒരു പേപ്പർ, അങ്ങനെ ഒരു 100 പേപ്പേഴ്സാണ്. ഇതിന്റെ ഇടയിലുണ്ടല്ലോ ഇവരെല്ലാം തെറി, ഡോക്ടേഴ്സിന്റെ തെറി, എന്ത് കുറ്റം വന്നാലും എല്ലാ നഴ്സിന്റെ മണ്ടയ്ക്ക്. GDA കുറ്റം ചെയ്താൽ വരെ അത് നഴ്സിന്റെ മണ്ടയ്ക്കാണ്. കാരണം ആ പേഷ്യന്റിന്റെ അസൈൻഡ് സ്റ്റാഫ് ഞാനാണെങ്കിൽ ഞാൻ തന്നെ ഇത് മൊത്തം കേൾക്കണം. ഒരു ഡയറ്റീഷ്യൻ വന്ന് അവര് നല്ലോണം അത് ചെയ്തില്ലെങ്കിൽ ആ തെറി നമ്മൾ കേൾക്കണം. അതിന്റെ ഇടയിൽ ഈ മെഡിസിൻ, അതായത് അടുത്ത ഷിഫ്റ്റ്, അതായത് 8 തൊട്ട് 2 വരെയാണ് ഒരു ഷിഫ്റ്റ് എങ്കിൽ ഈ 2 മണിക്ക് വരുന്ന ആ ഈവനിങ് ഉണ്ടല്ലോ 2 to 8, പിന്നെ ആ ഷിഫ്റ്റിലേക്കുള്ള മരുന്നെല്ലാം ഇന്റന്റ് ചെയ്ത് വെക്കണം. അതെല്ലാം ഇന്റന്റ് ചെയ്യുന്ന നമ്മൾ തന്നെയാണ്. അവിടെ നമ്മൾ ആരും ഹെൽപ്പ് ചെയ്യുന്നില്ല. ആദ്യം മാത്രം നമ്മളെ സീനിയേഴ്സ് ഒന്ന് നമുക്ക് പറഞ്ഞുതരാം. അത് കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ് ഈ കമ്പ്യൂട്ടറിൽ പോയി അതിൻ്റെതെല്ലാം ഇന്റന്റ് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഇടയ്ക്ക് വെച്ച് ഈ എക്സ്റേ എടുക്കാനായിട്ട് ICUവിൽ ആള് വരും, അൾട്രാസോണോഗ്രഫി എടുക്കാനായിട്ട് വരും, അല്ലെങ്കിൽ ചിലപ്പോൾ കൊളോണോസ്കോപ്പി എടുക്കാനായിട്ട് ആൾ വരും. അങ്ങനെ പല പ്രൊസീജിയേഴ്സിനായിട്ട് ആളുകൾ വരും. ഇപ്പം നമ്മുടെ പേഷ്യന്റിന് അങ്ങനെ എടുക്കണ്ടെങ്കിൽ പോലും അടുത്ത ബെഡിലെയോ പേഷ്യന്റിന് എടുക്കണമെങ്കിൽ നമ്മൾ പോയി അവരെ ഹെൽപ്പ് ചെയ്യേണ്ടി വരും. ഒരു 100 കാര്യങ്ങളിൽ കൂടിയാണ് ഒരു നഴ്സ് ഒരു ദിവസം കടന്നു പോകുന്നത്. ഇതെല്ലാം കൂടെ കഴിഞ്ഞ് പ്രാന്തെടുത്ത് നമ്മൾ അങ്ങോട്ട് വീട്ടിൽ വരുമ്പോ അവിടെ നിന്ന് കൊണോണാ വിളിയാണ്. നീ എന്താ അത് കൊടുത്തില്ലേ, ഇത് കൊടുത്തില്ലേ, ആ ബ്ലഡ് ടെസ്റ്റിന് വിട്ടില്ലേ, ഈ ബ്ലഡ് ടെസ്റ്റിന് വിട്ടില്ലേ. അതിന്റെ കൂടെ നമ്മൾ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. മലയാളിയാണ് ഒരു സ്ത്രീ ഇൻചാർജ് എന്ന് വെച്ചോ, എല്ലാവരും അങ്ങനെ ആയിരിക്കൂല, പക്ഷെ ഇൻചാർജ് എന്ന് വെച്ചോ, നമ്മളൊരു ഐലൈനർ ഇട്ടിട്ട് പോവേ ഒന്ന് ഒരുങ്ങിപ്പോയ അന്നത്തെ ഏറ്റവും സിക്കായിട്ടുള്ള പേഷ്യനെ നമുക്ക് ഇട്ടൊട്ടിക്കും. ഇവളൊന്നും ഒരുങ്ങി വന്നല്ലേ ഇപ്പൊ കാണിച്ചു കൊടുക്കാന്നും പറഞ്ഞു. സത്യയോട് ഞാൻ പറയുന്നത്, നിങ്ങൾ
നിങ്ങളോടെയൊക്കെ ജോലി ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളൊരു നഴ്സാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. നമുക്കിട്ട് പണി തരുന്നത് അങ്ങനെയൊക്കെയാണ്. ഇതൊക്കെ സാമ്പിൾ വെടിക്കെട്ടാണ്. കുറച്ചൊക്കെ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ, ഞാൻ മറന്നുപോയി കുറെ ആളെ. അത് മാത്രമല്ല 2 മണിക്കാണ് ഒരു ഷിഫ്റ്റ് തുടങ്ങുന്നതെങ്കിൽ 1 മണിക്ക് ഇവിടെ നിന്ന് പോകണം. പോയിട്ടാ ഇൻവെന്ററി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതായത് ഒരു പേഷ്യന്റ് എമർജൻസി ആയിട്ട് വരുമ്പോൾ ആ പേഷ്യന്റിന് പെട്ടെന്ന് അവിടെ ഇവിടെയും പോയി നമുക്ക് സാധനങ്ങൾ എടുത്തുകൊണ്ട് വരുമ്പോൾ പേഷ്യന്റ് ഡെത്ത് ആയി പോകും. ടൈം ഈസ് വെരി പ്രഷ്യസ് ആണല്ലോ. പ്രത്യേകിച്ച് കാർഡിയാക് അറസ്റ്റ് ഒക്കെ വന്ന പേഷ്യന്റ് എന്ന് പറയുമ്പോൾ സീഷർ വന്ന പേഷ്യന്റ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ നമ്മൾ ഇതെല്ലാം ഒരു ട്രോളിയിൽ സെറ്റ് ചെയ്യും. അപ്പൊ പല പല ട്രോളീസ് ഉണ്ട്. ഇപ്പൊ IV കാനുല ഇടുന്നതിന് ഒരു ലൈൻസിന്റെ ട്രോളി ഉണ്ട്. പിന്നെ ഇൻക്യുബേഷൻ ട്രോളി വേറെ ഉണ്ട്. അതായത് നമ്മൾ ഈ വെന്റിലേറ്ററിൽ ഘടിപ്പിക്കൂലേ, അപ്പൊ അതിന് വേണ്ട സാധനങ്ങൾ വെച്ചിരിക്കുന്ന പ്രത്യേക ട്രോളി ഉണ്ട്. പിന്നെ ഡീഫിബ്രിലേറ്റർ, ഷോക്ക് കൊടുക്കുന്ന ആ ഡീഫിബ്രിലേറ്റർ എന്നും ചെക്ക് ചെയ്യണം അത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ ചെക്ക് ചെയ്യാൻ ഓരോ സ്റ്റാഫുകൾക്ക് ഓരോരോ ഇൻവെന്ററീസ് കൊടുക്കും ഇങ്ങനെ ചെക്ക് ചെയ്യാനായിട്ട്. അപ്പൊ നമ്മൾ അതിൽ ഒരു സാധനം പോലും കുറയാൻ പാടില്ല, ഒരു സിറിഞ്ചോ ഒന്നും കുറയാൻ പാടില്ല. അപ്പൊ നമ്മൾ 1 മണിക്ക് ചെന്നാലേ ഇതെല്ലാം കറക്റ്റിന് നോക്കിയാൽ ഇതിനകത്ത് ഒന്നെങ്കിലും കുറഞ്ഞു പോയാൽ ഒരു എമർജൻസി കേസ് സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് സാധനം കാണാതെ ആയിപ്പോവും. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് നേരത്തെ പോയി ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് അന്ന് ആ ഷിഫ്റ്റ് തീരുന്നവരെ, അതായത് 2 മണിക്കത്തെ ഷിഫ്റ്റിന് 1 മണിക്ക് പോകണം. അത് കഴിഞ്ഞ് വൈകിട്ട് 8 മണിക്ക് ഷിഫ്റ്റ് തീരെയാണ്. 7:50 വരെ നമ്മൾ ഇൻവെന്ററി ഇങ്ങനെ നോക്കിയിരിക്കും. ആരെങ്കിലും വല്ലോ അതൊന്ന് എടുത്തുകൊണ്ട് പോണോ, റീപ്ലേസ് ചെയ്തോ, ഇതെല്ലാം നോക്കിയിരിക്കും. പക്ഷേ 8 മണിക്ക് നമ്മൾ അടുത്ത ഷിഫ്റ്റിൽ ആള് വരെ നമ്മൾ ഹാൻഡ് ഓവർ കൊടുക്കും. എന്തൊക്കെ ഇന്ന് നടന്നെന്നുള്ളത് നമ്മൾ ഒരു അടുത്ത സ്റ്റാഫിന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ഇതിൽ ചില കൃമികളുണ്ട്, അറിയാമോ? അഴുക്ക ആൾക്കാര് ഇവരെന്തോ ചെയ്യുന്നറിയാം. പെണ്ണുങ്ങളാണ്, ആണുങ്ങളൊന്നും അല്ല. പെണ്ണുങ്ങൾ എന്തോ ചെയ്യുന്നറിയാമോ? നമ്മളിപ്പോ ആ സമയത്ത് എനിക്ക് ഏഞ്ചൽ ഉണ്ട്, എന്റെ മോളാണ്, കുഞ്ഞാണ് കേട്ടോ. അവളെ 1 വയസ്സായപ്പോഴാണ് ഞാൻ ഇട്ടിട്ട് പോണം. അപ്പൊ എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പെട്ടെന്ന് ഇവളടുത്ത് ഓടിയെത്തണം. അപ്പൊ ഞാൻ എന്തോ ചെയ്യും, 2 മണിക്ക് തന്നെ, അതായത് 8 തൊട്ട് 2 മണി വരെയുള്ള ഷിഫ്റ്റ് ആയിരിക്കും. ഉച്ചയ്ക്ക് 2 എന്നെ ഇറങ്ങി വരാനായിട്ട് ഞാൻ നോക്കും, പെട്ടെന്ന് ഹാൻഡ് ഓവർ കൊടുത്തിട്ട്. അപ്പൊ ഞാൻ ഈ ഇൻവെന്ററി ഒക്കെ ഇങ്ങനെ നോക്കി നിൽക്കാം. അപ്പൊ ചില പെണ്ണുങ്ങളുണ്ട് മഹാവൃത്തിയായിട്ട സ്വഭാവമുള്ള ഇവൾമാരെന്തോ ചെയ്യുന്നറിയാമോ? ഈ 7:50 കഴിയുമ്പോ നമ്മൾ ഈ എന്നും നേരത്തെ പോകുന്ന, അല്ലെങ്കിൽ നമ്മൾ ഒരു ദിവസം നേരത്തെ പോകുന്നത് കണ്ടിട്ട് അസൂയപ്പെട്ടിട്ട് ഈ ഇൻവെന്ററിയിൽ ഇരിക്കുന്ന സാധനം മുക്കിക്കളയും. ഏതെങ്കിലും ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനമൊക്കെ ആയിരിക്കും, അതെടുത്ത് മാറ്റിക്കളയും. അപ്പൊ എന്തോന്നാണ്, അടുത്ത ഷിഫ്റ്റിലെ സ്റ്റാഫ് വന്ന് ഇത് ചെക്ക് ചെയ്യുമ്പോ ഇതിന് സാധനം കാണൂല. അന്നേരം വീണ ഇത് എവിടെയെന്ന് ചോദിക്കും. അങ്ങനെ എന്നെ പെടുത്തിയിട്ടുണ്ട്, അറിയാമോ? എന്നെ മാത്രമല്ല, ഇതൊന്നും ബാക്കിയുള്ളവർക്കൊന്നും മനസ്സിലാവില്ല, കുറെ പേർക്കൊന്നും മനസ്സിലാവില്ല. ഇങ്ങനെ ചെയ്യുന്ന വൃത്തികെട്ട കീടങ്ങളുണ്ട്. എനിക്കിട്ട് പണിത ആളിലേക്ക് എനിക്ക് അറിയാം കേട്ടോ. എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട്. അപ്പൊ കാരണം എന്നാ, ഈ സാധനം ഇനി അവിടെ നോക്കണം ആരെടുത്തോണ്ട് പോയി. കാരണം ഒരു 21-25 ബെഡ് ഉള്ള ഒരു ICU ആണെങ്കിൽ ഓരോ പേഷ്യന്റ് അടുത്തും പോയി നോക്കണം ആരാണ് ഈ സാധനം എടുത്തത്. എന്നിട്ട് ഈ സാധനം തിരിച്ച് റീപ്ലേസ് ചെയ്യണം. റീപ്ലേസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അന്നത്തെ ദിവസം പിന്നെ വീട്ടിൽ പോകണ്ട. സത്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇത്രയും സ്ട്രെസ്സാണ്. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നാൽ അവിടെ നിന്നുള്ള ഫോൺ വിളിയാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഒരു നഴ്സിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. വീട്ടിൽ വന്നാൽ നമുക്ക് സന്തോഷമേ ഇല്ല. ഒന്നെന്ന് പറഞ്ഞാൽ സിക്ക് പേഷ്യൻസിനെ നോക്കുമ്പോ നമുക്ക് എന്താണ് സന്തോഷം? ഒരു പേഷ്യന്റ് ഇന്ന് കാണുന്നവനെ നാളെ ചെല്ലുമ്പോ കാണൂല. അപ്പൊ നമുക്ക് എന്ത് സന്തോഷമാണുള്ളത്? അങ്ങനെയുള്ളപ്പോൾ ആ ICU മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ ഒരു ഇൻചാർജിന് മാത്രമേ കഴിയൂ. ആ ഇൻചാർജിന്റെ കഴിവുകേടാണ് ഇങ്ങനെയുള്ള വൃത്തികേടുകൾ ഓരോരുത്തർ ചെയ്യുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു ഇൻചാർജ് കഴിവുള്ളവനാണോ അല്ലെങ്കിൽ കഴിവുള്ളവളാണോ, അല്ല അന്തസ്സായിട്ട് ആ ഒരു ICU ഓടിക്കാൻ പറ്റും. അപ്പൊ അതിന് പറ്റിയ ഒരു ഇൻചാർജാണ് ഞാൻ ഈ പറഞ്ഞ സ്റ്റാലിൻ കിഷോർ. അദ്ദേഹത്തിനെ പോലെ ഒരു ഇൻചാർജിനെ ഞാൻ വേറെ കണ്ടിട്ടേ ഇല്ല. കാരണം എല്ലാവരെയും ഒരേ കണ്ണി കൂടെ കാണും. അതാണെന്നില്ല പെണ്ണെന്നില്ല. വഴക്ക് പറയുമ്പോ അത് സീനിയർ ആണ്, അവനെ വഴക്ക് പറഞ്ഞുകൂടാ, അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും ഇട്ട് കൊടുക്കും. അതുപോലെ എല്ലാരെയും ഒരുപോലെ സ്നേഹിക്കും. അത് മാത്രമല്ല, സ്റ്റാലിൻ കിഷോറിന്റെ ഒരു പ്രത്യേകത ഞാൻ കണ്ടിട്ടുള്ളത്, 8-ന് കയറിയ ഒരു സ്റ്റാഫ് 2-ന് ഇറങ്ങുമ്പോ 2:30 കഴിഞ്ഞ് അവിടെ ആ സ്റ്റാഫിനെ നിർത്താൻ സ്റ്റാലിൻ കിഷോർ സമ്മതിക്കൂല. സ്റ്റാലിൻ ചേട്ടൻ പറയും 2:30 കഴിഞ്ഞ് ഒറ്റ എണ്ണത്തിന് ഇവിടെ കണ്ടുപോകില്ലെന്ന് പറയും. രാവിലെ വന്ന സ്റ്റാഫുകളാ എല്ലാരും 2:30-ക്ക് മുമ്പ് പറഞ്ഞു വിട്ടോളൂ എന്ന് പറയും. ഏതെങ്കിലും ഒരു സ്റ്റാഫ് പിടിച്ചു നിർത്തുകയാണെങ്കിൽ, അങ്ങനെയുണ്ട് കേട്ടോ സ്റ്റാഫുകൾ. മനഃപൂർവ്വം ഈ മലയാളികളുണ്ടല്ലോ നമ്മളടുത്ത് ഇങ്ങനെ ചോദിച്ച് ഇങ്ങനെ നമ്മളെ പിടിച്ചങ്ങ് നിർത്തും. നമ്മൾ നേരത്തെ പോവരുത്, അതാണ് അവർക്കുള്ളത്. അപ്പൊ ഈ സ്റ്റാലിൻ ചേട്ടൻ പറയും, എന്തിനാ അവളെ അത്രയും നേരം നിർത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ അവനെ ഇത്രയും നേരം നിർത്തിയിരിക്കുന്നു, വേഗം അങ്ങോട്ട് പറഞ്ഞു വിടാൻ പറയും. അപ്പൊ ഇവർക്ക് പേടിയാണ്, ഇവരെ കളിയൊന്നും നടക്കൂല, ഇവരപ്പൊ പറഞ്ഞു വിടാം. അങ്ങനെ ഒരു ഇൻചാർജ് അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നുണ്ടല്ലോ, മിക്ക ഈ ഫാമിലിയൊക്കെ ഉള്ള വീട്ടിൽ ചെന്ന് കൊച്ചുങ്ങളെയൊക്കെ നോക്കാനുള്ള
അമ്മമാർക്കൊക്കെ അത് എന്തൊരു സമാധാനമാവുമെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഈ സ്റ്റാലിൻ ചേട്ടൻ എല്ലാ കാര്യത്തിലും നമ്മള് പണി പഠിപ്പിക്കുന്ന കാര്യത്തിലായിരുന്നാലും എല്ലാ കാര്യത്തിലും ഒരു മനുഷ്യത്വപരമായി ഇടപെടുന്ന ഒരു മനുഷ്യനാണ്. നിങ്ങൾക്കറിയാമോ, ആ ICUല് വർക്ക് ചെയ്ത സ്റ്റാഫുകൾക്ക് ഒരു ദിവസം ഓഫ് കിട്ടിയ വീട്ടിലിരിക്കാനൊന്നും ഇഷ്ടമല്ലായിരുന്നു. എത്രയോ പേര് ഓഫ് കിട്ടിയാലും ICUല് വരുമായിരുന്നെന്ന് അറിയാമോ? ICUല് എൻജോയ് ചെയ്യും. അവരുടെ അടുത്ത് ചോദിക്കും, എന്ത് നിനക്കൊന്ന് ഓഫല്ലേ, എന്തിനാ വന്നേന്ന് ചോദിക്കും. അവിടെ ഇരുന്നിട്ട് എന്നെ എടുക്കാനാ ബ്രദർ എന്ന് ചോദിക്കും. അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് ഒത്തിരി പേര് അങ്ങനെ ചോദിക്കുന്നത്. എനിക്കും ഇഷ്ടമല്ല, ലീവ് എടുത്ത് വീട്ടിൽ ഇരിക്കുന്ന ഇഷ്ടമല്ല, ICUല് പോകുന്നതാണ് രസം. നല്ല അത്രയ്ക്ക് നമ്മള് എൻജോയ് ചെയ്യുന്നവര്, അങ്ങനെ ഒരു ICU ഒന്നും ഇനി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയും ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ അണ്ടറിലൊക്കെ ആണെങ്കിൽ ഞാൻ വേണമെങ്കിൽ ജീവിതാവസാനം വരെ ചിലപ്പോൾ വർക്ക് ചെയ്യും നഴ്സായിട്ട്. അപ്പൊ ഇവിടെയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് നഴ്സ് ആവണ്ട, എനിക്ക് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കണം, പിന്നിട്ട് ജേർണലിസത്തിനോ അല്ലെങ്കിൽ IPS ഓഫീസറോ ആവണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. അച്ഛൻ എന്നെ നഴ്സിംഗ് പ്രൊഫഷന് തന്നെ വിട്ടു. ഞാൻ അത് പഠിക്കേണ്ടി വന്നു. ഇനിയിപ്പോ വെളിയിലൊക്കെ ആണെങ്കിൽ ഇത്ര ടോർച്ചറിങ് ഇല്ലെന്നൊക്കെയാണ് ഞാൻ കേൾക്കുന്നത്. പക്ഷെ മലയാളി മാനേജ്മെന്റ് ഉള്ള, ഇപ്പൊ അയർലൻഡിലായിരുന്നാലും UK ആയിരുന്നാലും ഈ മലയാളി മാനേജ്മെന്റ് ഉള്ള ചില ഹോസ്പിറ്റലുകളിൽ ഈ ഒരു പണി അവിടെയും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ പറയുന്നത് ഇംഗ്ലീഷ് മാനേജ്മെന്റ് ഉള്ളിടത്ത് കയറുന്നതാണ് നല്ലത്, ടോർച്ചറിങ് കുറവാണെന്ന്. അപ്പൊ ഈ മലയാളികളെ എവിടെ പോയാലും നശിപ്പിച്ച് നാരായ പേര് തോണ്ടും. ഇവർക്കെന്തോ മറ്റുള്ളവരെ ഇങ്ങനെ ഹേർട്ട് ചെയ്യുന്നത് എന്തോ ഒരു ഇഷ്ടമാണെന്ന് തോന്നുന്നു കേട്ടോ. എനിക്കറിഞ്ഞുകൂടാ, പ്രൊഫഷൻ ഉൾക്കൊള്ളാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അതിന് കാരണം എന്ന് പറയുന്നത്, ഇത് സംഭവം നല്ലതാണ്. നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ ഒരു നല്ല പ്രൊഫഷനാണ്. കാരണം നമ്മൾ ആ 6 മണിക്കൂർ ബുദ്ധിമുട്ടിയാലും ആ 6 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ വരാം. പിന്നെ മാസം ആകാൻ നമുക്കൊരു 8 നൈറ്റ് മാത്രമാണ് 12 മണിക്കൂർ വരുന്നത്. പിന്നെ നമുക്കിപ്പോ ഒരു ദിവസം ഓഫ് ഫുൾ ഡേ എടുക്കണ്ട. ഇപ്പൊ രാവിലെ ഷിഫ്റ്റിന് പോയാൽ 2 മണി കഴിഞ്ഞ് നമുക്ക് നമ്മളെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാം. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ബെനിഫിറ്റ്. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും വന്നാൽ നമുക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാം, നമുക്ക് ഏത് ICUവിനകത്തും കയറി ചെല്ലാം, നമ്മുടെ കുട്ടികളെ അവർ നന്നായിട്ട് നോക്കുന്നുണ്ടോ എന്ന് നോക്കാം. പിന്നെ നമുക്ക് ഒരു ഡോക്ടറിനെ പോയി കാണേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമ്മുടെ ICUവിലുള്ള ഡോക്ടറിന്റെ അടുത്ത് തന്നെ നമുക്ക് അഭിപ്രായങ്ങൾ ഓരോ കാര്യത്തിന് ചോദിക്കാം. നമുക്ക് അങ്ങനെയുള്ള ഒത്തിരി പറഞ്ഞാൽ ഇഷ്ടം പോലെ ബെനിഫിറ്റ് ഉണ്ട്. പക്ഷേ ഒരു ICU നോക്കാൻ ഒരു ഇൻചാർജിനെ കൊണ്ട് പറ്റിയില്ല. അയാളുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് മനസ്സമാധാനം എന്ന് പറയുന്ന ഒരു സാധനം ഈ ഇൻചാർജിന് കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ ഇൻചാർജ് ഒരു അട്ടർ ഫെയിലിയർ ആണെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം ഓരോ നഴ്സുമാരും അവിടെ നിന്ന് ഓടുകയാണ് ചെയ്യുന്നത്. അതായത് ഈ ഒരു 1 ഇയർ ഒക്കെ ആവാനായിട്ട് നോക്കി നിൽക്കും ഓടാനായിട്ട്, ഈ ടോർച്ചറിങ് സഹിക്കാൻ വയ്യാതെ. മനസ്സിലായോ? പിന്നെ അത് മാത്രമോ, ഫുഡ് കഴിക്കാൻ പറ്റുമോ? നമുക്ക് ഇടയ്ക്കൊന്ന് പോയി ചായ തന്നെ കുടിക്കാനായിട്ട് മിക്ക ദിവസങ്ങളിലും പറ്റൂല, ഒരു വെള്ളം കുടിക്കാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾക്കിടയിൽ ഒരു നഴ്സ് കടന്നു പോകുക. ഇപ്പോഴും നഴ്സായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നവരോട് തീർത്താൽ തീരാത്ത ഒരു ബഹുമാനമാണ് എനിക്കുള്ളത്. എനിക്ക് ഡോക്ടേഴ്സിന്റെ അടുത്ത് പോലും അത്ര ഇല്ല, കാരണം എനിക്കൊരു നഴ്സിന്റെ അടുത്താണ് ഏറ്റവും ബഹുമാനം. ഒരു ഹോസ്പിറ്റലിന്റെ എല്ലാമാണ് ഒരു നഴ്സ്. എല്ലാ ദുരന്തങ്ങളും ഏറ്റുവാങ്ങാൻ നമ്മൾ നഴ്സുമാർ മാത്രമാണ് ഉള്ളതുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ആട്ടും തുപ്പും സകലവരതും. എന്നിട്ട് മാലാഖയെന്നുള്ള ഒരു പട്ടവും കൂടെ എന്തിനാണെന്ന് മാത്രം എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു ഉപയോഗവും ഇല്ല. വെറുതെ ഒന്ന് സുഖിപ്പിക്കാൻ ഇടക്ക് മാലാഖ എന്ന് വിളിക്കുക, എന്തോന്ന്. എന്നിട്ട് എന്ത് ചെയ്യുന്നു നഴ്സുമാർക്ക് വേണ്ടി? അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് എനിക്ക് ഇഷ്ടമുള്ള പ്രൊഫഷൻ ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ പെട്ടെന്ന് കയറി വരാൻ പറ്റിയത്. നിങ്ങൾക്കറിയാം, ഓരോരുത്തർ അവരെ ചാനൽ കൊണ്ടുവരാനായിട്ട് ഭയങ്കരമായിട്ട് അവർ കഷ്ടപ്പെടാറുണ്ട് അല്ലേ. ഞാൻ അഹങ്കാരം പറയുന്നതല്ല, ദൈവത്തിന്റെ ഒരു ലക്ക് ഫാക്ടറും എനിക്കുണ്ട്, ദൈവത്തിന്റെ അനുഗ്രഹം ഉള്ളത് കൊണ്ടാണ് കേട്ടോ. അല്ലാതെ ഞാൻ അഹങ്കാരം പറയുന്നതൊന്നുമല്ല, ഞാൻ ഇഷ്ടപ്പെട്ടും കൂടെ ചെയ്യുന്നത് കൊണ്ടാണ്. പിന്നെ പ്രത്യേകിച്ച് എൻ്റെ ഹസ്ബൻഡിന്റെ അടുത്തും കൊച്ചിൻ്റെ അടുത്തും എനിക്ക് തീർത്താൽ തീരാത്ത കടപ്പാടാണുള്ളത്. കാരണം അവരാണ് അഡ്ജസ്റ്റ് ചെയ്തത്. അവർ അഡ്ജസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് വീഡിയോസ് അതാത് സമയങ്ങളിൽ ഇടാൻ എനിക്ക് പറ്റുന്നത്. അവർ അഡ്ജസ്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ എനിക്കിത് പറ്റത്തില്ലായിരുന്നു. അപ്പോൾ എല്ലാവരും അവരവർക്ക് ഇഷ്ടമുള്ള പ്രൊഫഷനൊക്കെ ചെയ്ത് ജീവിക്കാൻ ഉള്ള ഒരു അവസരം ദൈവം തരട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ നഴ്സായിട്ട് ഉറപ്പായിട്ടും ജോലിക്ക് പോവും. കാരണം എൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ടാണ് എന്നെ പഠിപ്പിച്ചത്. അപ്പൊ എൻ്റെ അച്ഛൻ്റെ അടുത്തുള്ള ആ ഒരിത് എനിക്ക് കാണിച്ചേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ആ കഷ്ടപ്പാടിന് വിലയില്ലാതായി പോകും. അതുകൊണ്ട് ഞാൻ ഉറപ്പായിട്ട് നഴ്സിംഗ് പണിക്ക് പോവും. നന്നായിട്ട് ചിന്തിച്ചിട്ടൊക്കെ ഒരിടത്ത് കയറൂ. എനിക്ക് ഈ നഴ്സിങ്ങിന് നമ്മൾ ഒരു വലിയ ഹോസ്പിറ്റലിൽ കയറി പൈസ കിട്ടുന്നതിനോട് എനിക്ക് താല്പര്യമില്ല, പൈസയോട് താല്പര്യമില്ല. ഞാൻ എവിടെയാണോ നിൽക്കുന്നത് അവിടുത്തെ ആ ഒരു എൻവയോൺമെന്റ് ആണ് ഞാൻ മെയിനായിട്ട് നോക്കുന്നത്. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടോ എന്ന് പോലും എനിക്ക് അറിയില്ല. നല്ല ഓണം മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്ന ഇൻചാർജുമാര്. കാരണം ഇവരെയും പറഞ്ഞിട്ട് കാര്യമില്ല, ഇവർക്ക് മുകളിൽ നിന്നുള്ള പ്രഷേഴ്സ് വരും. അപ്പോൾ ഇൻചാർജ് TL മണ്ടയ്ക്ക് ഇത് ചാർത്തും, TL ദേഷ്യം TL ബാക്കിയുള്ള സ്റ്റാഫുകളെ മണ്ടയ്ക്ക് തീർക്കും. ഇതൊക്കെയാണ് നടക്കുന്നത്. എല്ലാം
എവരി ആക്ഷൻ ഹാസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് വളരെ സത്യമാണെന്ന് എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. ചിലപ്പോഴല്ല കേട്ടോ, എല്ലായ്പ്പോഴും തോന്നാറുണ്ട്. അപ്പോൾ നാളെ എന്റെ വെയിറ്റ് ഞാൻ നിങ്ങളെ കാണിക്കും കേട്ടോ. എന്നിട്ട് സീക്രട്ട് റിവീൽ ചെയ്യും.